പ്രിയ വാലറി ആമി റിച്ചാർഡിനും അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട കേരളത്തിലെ പാവം തെരുവു നായ്ക്കൾക്കുമായി ഇത് സമർപ്പിക്കുന്നു. നായ ആരാണത്? നിന്നെയും എന്നെയും സൃഷ്ടിച്ച അതേ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടി. നൂറ്റാണ്ടുകളായുള്ള മനുഷ്യന്റെ സന്തത സഹചാരി, മനുഷ്യന്റെ ഉത്തമ സുഹൃത്ത്, വിശ്വസ്ത സഹചാരി, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം നൽകുന്ന ഒരു മൃഗം. ദൈവ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ആദരണീയമായ ഒരു ജീവി, സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു മൃഗം, ബുദ്ധിശക്തിയിൽ മുമ്പിൽ എന്ന് ശാസ്ത്രം തെളിയിച്ച കാര്യം. ആരാണീ തെരുവ് നായ? തെരുവിൽ ജീവിക്കുന്ന ഉടമസ്ഥനില്ലാത്ത ഒരു നായ, മനുഷ്യനോടൊപ്പം ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മൃഗം. ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം 21 ഇന്ത്യയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കുവാനുള്ള അവകാശം ഉറപ്പു നൽകുന്നു. തീർച്ചയായും തെരുവ് നായയും ഇതിൽ ഉൾപ്പെടുന്നു. തെരുവ് നായ്ക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ എന്റെയും നിന്റെയും അനുവാദത്തിന്റെ ആവശ്യമില്ല. കാരണം നീയും ഞാനും വരുന്നതിനും എത്രയോ കാലം മുമ്പേ അവ ഇവിടെ ഉണ്ടായിരുന്നു. മനുഷ്യന്റെ സന്തത സഹചാരിയായിരുന്ന ഈ വിശ്വസ്ത സുഹൃത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് ശത്രുവായി മാറിയെന്ന് മലയാളി വിലപിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ചിന്തിക്കാൻ സമയമായി. ഒരിക്കൽ ഒത്തൊരുമയോടെ പൊരുത്തപ്പെട്ട് ജീവിച്ച മനുഷ്യനും നായയും കേരളത്തിൽ ഇന്ന് എങ്ങനെ ശത്രുക്കളായി? മുംബൈ എന്ന മഹാനഗരത്തിലേക്ക് നമുക്ക് വരാം. മുംബൈ ഒരിക്കലും ഉറങ്ങാത്ത മഹാനഗരം, ഒരു സ്വപ്ന നഗരം, അതിമഹത്തായ സംസ്കാരം നെഞ്ചോട് ചേർക്കുന്ന മഹാനഗരം, വിവിധ ഭാഷക്കാരും വ്യത്യസ്ത സംസ്കാരമുള്ളവരും ഒരുമയോടെ സൗഹൃദത്തോടെ ജീവിക്കുന്ന ഒരു മഹാനഗരം. പണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും കഠിനാധ്വാനികളുടെയും കോടീശ്വരൻ്റെയും നഗരം, വർണ്ണപ്പകിട്ടുള്ള പക്ഷികളുടെയും തെരുവു നായകളുടെയും നഗരം, ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി പ്രദേശത്തെ വഹിക്കുന്ന നഗരം, നഗരമകത്തിൽ കാടിൻ്റെ കുളിർമയുള്ള ലോകത്തിലെ ഏക നഗരം, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം, അതുപോലെ ഫാഷൻ സാമ്രാജ്യത്തിൻ്റെയും. മനുഷ്യനും തെരുവുനായും പൊരുത്തപ്പെട്ട് ഒരുപോലെ ജീവിക്കുന്ന മഹാനഗരം. തൻ്റെ അടുക്കലേക്ക് വരുന്ന ഓരോ മനുഷ്യനെയും യാതൊരു മടിയുമില്ലാതെ കൈനീട്ടി സ്വീകരിക്കുന്നത് പോലെ തെരുവു നായയെയും ഈ മഹാനഗരം തൻ്റെ നെഞ്ചോട് ചേർത്ത് സ്വീകരിക്കുന്നു. മുംബൈ നഗരത്തിൻ്റെ വിസ്തൃതി 603 സ്ക്വയർ കിലോമീറ്റർ, ജനസംഖ്യ 2.2 കോടി, ജനസാന്ദ്രത 40,000 പേർ 1 സ്ക്വയർ കിലോമീറ്ററിൽ. കണക്കുകൾ പറയുന്നു ഇവിടെ 95,172 തെരുവു നായകൾ ഉണ്ടെന്ന്. അതായത് 1 സ്ക്വയർ കിലോമീറ്ററിൽ 158 തെരുവു നായകൾ. ഇവിടുത്തെ ജനങ്ങൾ ഈ തെരുവു നായകളെ തീറ്റിപ്പോറ്റുന്നു, സംരക്ഷണം കൊടുക്കുന്നു. ഈ ഭൂമിയിൽ ജീവിക്കാൻ എല്ലാ ജീവജാലങ്ങൾക്കും അവകാശമുണ്ടെന്ന് അവർ വിശ്വസിക്കുക മാത്രമല്ല, അത് മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അത് മതങ്ങളുടെ പേരിലാവാം, സാമൂഹിക പ്രതിബദ്ധതയുടെ പേരിലാവാം, അല്ലെങ്കിൽ ജന്തുജാലങ്ങളോടുള്ള ദയയുടെയും സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും പേരിലാവാം. മൃഗങ്ങളെ ഉപദ്രവിക്കരുതെന്നും അവരോട് ദയയും അനുകമ്പയും കാണിക്കണമെന്നും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു. മുറിവേറ്റതും രോഗികളുമായ തെരുവുനായ്ക്കളെ സഹായിക്കാൻ ഇവിടുത്തെ ജനം സ്വമേധയാ മുമ്പോട്ട് വരുന്നു. ഈ മിണ്ടാപ്രാണികളുടെ അവകാശത്തിനായി പൊരുതുന്നു. ഈ മഹാനഗരത്തിലെ ജനങ്ങളും സംഘടനകളും മൃഗങ്ങളുടെ അവകാശങ്ങൾക്കായി നിരന്തരം പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് തെരുവുനായ്ക്കളുടെ അവകാശത്തിനായി. തെരുവുനായ്ക്കളെ ഉപദ്രവിക്കുന്നവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ അവർ പ്രയത്നിക്കുന്നു. മുംബൈ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം ഇതിന്റെ തെളിവായി, സാക്ഷ്യമായി നിലനിൽക്കുന്നു. മുംബൈയിലെ തെരുവുനായ ഇവിടുത്തെ മനുഷ്യരുമായി സൗഹൃദത്തിലാണ് ജീവിക്കുന്നത്. ഈ മഹാനഗരത്തിന്റെ മുക്കിലും മൂലയിലും ഓരോ കോണിലും തെരുവുനായയെ കാണാൻ കഴിയും. റെയിൽവേ സ്റ്റേഷനുകൾ, തിരക്ക് പിടിച്ച റോഡുകൾ, പോലീസ് സ്റ്റേഷനുകൾ, ആരാധനാലയങ്ങൾ, ബസ് സ്റ്റോപ്പുകൾ, സ്കൂൾ പരിസരങ്ങൾ എന്നു തുടങ്ങി എല്ലാ സ്ഥലത്തും എവിടെയും തെരുവുനായ ഒരു നിറസാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്നു.
സമ്പന്നരുടെ വാസസ്ഥലം തുടങ്ങി സാധാരണക്കാരന്റെ ഇടമായ ചേരി പ്രദേശം വരെ, കാവുഗല്ലി തുടങ്ങി ബീച്ചിലും പാർക്കിലും സിനിമാ താരങ്ങൾ താമസിക്കുന്ന ഇടം, എല്ലായിടത്തും ഈ തെരുവുനായയുടെ സാന്നിധ്യം കാണാം. ഈ മഹാനഗരത്തിലെ തെരുവുനായകൾ ഉപദ്രവകാരികളോ അക്രമകാരികളോ അല്ല. കാരണം ഈ നഗരവാസികൾ ഇവയോട് സ്നേഹവും ദയയും അനുകമ്പയും കാണിക്കുന്നു. രാത്രിയിൽ കടകൾക്ക് കാവലിരിക്കുകയും പകൽ ശാന്തരായി കിടന്നുറങ്ങുകയും ചെയ്യുന്ന തെരുവുനായകൾ ഈ മഹാനഗരത്തിൻ്റെ ഒരു സാധാരണ കാഴ്ച മാത്രം. ഈ തെരുവുനായകൾ തങ്ങളുടെ ജോലിയെ ഒരുപാട് സഹായിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഈ നഗരത്തിലെ സെക്യൂരിറ്റി ജീവനക്കാർ. മോഷണശ്രമം തടഞ്ഞു തുടങ്ങി പാർപ്പിട സമുച്ചയത്തിലേക്ക് വന്ന പുലിയെ ഓടിച്ചതുവരെ അത് നീളുന്നു. പ്രത്യുപകാരമായി ഈ മഹാനഗരം ഈ തെരുവുനായകൾക്ക് സ്നേഹവും കരുതലും അനുകമ്പയും അംഗീകാരവും തിരിച്ചു നൽകുന്നു. തെരുവുനായകൾക്കും മറ്റു ജന്തുജാലങ്ങൾക്കും കുടിക്കുവാനായി വെള്ളം നിറച്ചു വയ്ക്കുന്ന വെള്ളപാത്രങ്ങൾ ഈ മഹാനഗരത്തിൻ്റെ ഒരു സ്ഥിരം കാഴ്ച. പാർപ്പിട സമുച്ചയങ്ങൾക്കകത്തും പുറത്തും റോഡുകളിലും കടകളുടെ പുറത്തും വെച്ചിട്ടുള്ള ഈ വെള്ളപാത്രങ്ങൾ മുടങ്ങാതെ നിറക്കാൻ ഇവിടുത്തെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നു. ബിസ്ക്കറ്റും പാലും നിറച്ച പാത്രങ്ങളും സർവ്വസാധാരണമായ ഒരു കാഴ്ച തന്നെയാണ്. ആർക്കും തച്ചുടക്കാനാവാത്ത മുംബൈയുടെ സ്പിരിറ്റ്. തെരുവുനായകൾക്ക് ഭക്ഷണം നിത്യവും നൽകുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അനേകായിരങ്ങൾ കരുതുന്നു. എണ്ണമില്ലാത്ത ജനങ്ങൾ ഈ തെരുവുനായകൾക്ക് നിത്യവും ഭക്ഷണം നൽകുന്നു. സാധാരണക്കാരൻ തൊട്ട് സമ്പന്നർ വരെ, ദരിദ്രർ തൊട്ട് സിനിമാ താരങ്ങൾ വരെ ആ നിര അങ്ങനെ നീളുന്നു. ഈ തെരുവുനായ്ക്കളെ തീറ്റിപ്പോറ്റുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നിരവധി താരങ്ങൾ മുംബൈയിലുണ്ട്. താരങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഭക്ഷണവാഹിനിയും കാത്ത് ക്ഷമയോടിരിക്കുന്ന തെരുവുനായകളുടെ കാഴ്ച അത്ഭുതാവഹം തന്നെ. ബാല ഒരു വ്യവസായി 250-ൽ കൂടുതൽ തെരുവുനായകൾക്ക് നിത്യവും ഭക്ഷണം കൊടുക്കുന്നു. വർഷങ്ങളായി അവധിക്കാലം പോലും വേണ്ടെന്ന് വെച്ച ഒരു മൃഗസ്നേഹി. തന്നെ ആശ്രയിക്കുന്ന തെരുവുനായേക്കാൾ വലുതായതല്ല അവധിക്കാലാഘോഷം എന്ന് ബാല വിശ്വസിക്കുന്നു. അന്തേരിയിലെ വെറോണിക്ക ഡിസൂസ 150-ൽ കൂടുതൽ തെരുവുനായകൾക്ക് നിത്യവും മുടങ്ങാതെ ഭക്ഷണം കൊടുക്കുന്നു. ഇത് മിത്തുവും നിധിയും. നിത്യവും നൂറുകണക്കിന് തെരുവുനായകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനു പുറമെ അവയുടെ പരിചരണവും ഏറ്റെടുക്കുന്നു. ഒപ്പം തന്നെ മൃഗവിരോധികൾക്കെതിരെ ഈ മിണ്ടാപ്രാണികൾക്കായി ശബ്ദമുയർത്താനും അവർ എപ്പോഴും മുമ്പിൽ നിൽക്കുന്നു. തെരുവുനായ ഒരു പ്രശ്നമാണെന്ന് പറയുന്നവരെ ബോധവൽക്കരിക്കാനും അവർ ശ്രമിക്കുന്നു. ഇതിനും പുറമെ തെരുവുനായ്ക്കളുടെ വന്ധ്യംകരണത്തിനും പ്രതിരോധ കുത്തിവയ്പ്പിനും മുൻകൈ എടുക്കുന്നു. ഫലമോ, തങ്ങളുടെ ഏരിയയിൽ തെരുവുനായ്ക്കളുടെ എണ്ണം കൂട്ടാതെ നോക്കുവാൻ അവർക്ക് കഴിയുന്നു. ഇത് ചിന്ത രവീന്ദ്രനാഥ് മീറ റോഡിൽ താമസിക്കുന്നു. കേരളത്തിലെ തൃശൂർ സ്വദേശി. നിത്യവും 160-ൽ പരം തെരുവുനായകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതോടൊപ്പം അവർക്ക് ആവശ്യമായ ചികിത്സയും കൊടുക്കുന്നു. ഹോപ്പ് ഫോർ ആനിമൽ എന്ന സംഘടനയുടെ ഭാരവാഹിയായ അവർ അവരുടെ ഏരിയയിൽ തെരുവുനായ കടിയേറ്റ് ഒരു റിപ്പോർട്ട് ഇല്ലെന്നും അഭിമാനത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു. ഭയമില്ലാതെ ശാന്തരായി കിടന്നുറങ്ങുന്ന തെരുവുനായകൾ ചിന്തയുടെ വാദത്തെ ശരിവയ്ക്കുന്നു. സ്നേഹവും അനുകമ്പയും ലഭിക്കുന്ന ഒരു തെരുവുനായ മനുഷ്യനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. പ്രകോപനമില്ലാതെ ഒരു മൃഗവും ആരെയും ആക്രമിക്കില്ല എന്നത് പ്രകൃതിയുടെ മാറ്റമില്ലാത്ത നിയമം. പ്രിയപ്പെട്ട മലയാളികളെ, നമുക്ക് സ്വയം ചോദിക്കാൻ സമയമായി, ഈ തെരുവുനായ ശല്യത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്? നായകൾ ലോകത്തിൽ എല്ലായിടത്തും ഒരുപോലെ. മാറ്റമുള്ളത് മനുഷ്യനും അവൻ്റെ മനോഭാവത്തിനും പെരുമാറ്റത്തിനും മൃഗങ്ങളോടുള്ള കാഴ്ചപ്പാടിലും മാത്രം. കേരളം
ദൈവത്തിൻ്റെ സ്വന്തം നാട്. സാക്ഷരതയിലും ഉയർന്ന ആയുർദൈർഘ്യത്തിലും ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത്. പ്രകൃതി ഭംഗിയിലും ആതിഥ്യ മര്യാദയിലും വൃത്തിയിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനം. പക്ഷേ അടുത്ത കാലത്തായി മൃഗങ്ങളോടുള്ള ക്രൂരതയുടെ പേരിൽ കുപ്രസിദ്ധി നേടിയ ഒരു സംസ്ഥാനം. തെരുവു നായ്ക്കളെ അതിദാരുണമായി പരസ്യമായി കൊന്നൊടുക്കുന്ന സംസ്ഥാനം. ഒരു തെരുവ് നായിയെ കൊല്ലാൻ 500 രൂപ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ജനങ്ങളുള്ള സംസ്ഥാനം. ആനയോടുള്ള കൊടും ക്രൂരതയ്ക്ക് പേരുകേട്ട സംസ്ഥാനം. പക്ഷേ തെരുവു നായ്ക്കളെ ആദരിക്കുകയും കരുതുകയും ചെയ്യുന്ന കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് എന്ന ഗ്രാമം, പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ ദൈവമായ പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ സഹചാരി നായയാണെന്ന് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു. ഈ പഞ്ചായത്തിൽ ഒരു പട്ടിയെ കടിയേറ്റ സംഭവം പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് RTI അപേക്ഷയിലൂടെ അധികൃതർ വെളിപ്പെടുത്തുന്നു. ഇതിൽ നിന്നും വ്യക്തമാകുന്ന സത്യം, ജനങ്ങളുടെ മൃഗങ്ങളോടുള്ള മനോഭാവം ഒരു തെരുവുനായയുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു എന്നതു തന്നെയാണ്. കേരളത്തിന്റെ വിസ്തീർണം 38,863 സ്ക്വയർ കിലോമീറ്റർ. ജനസംഖ്യ 3.48 കോടി. ജനസാന്ദ്രത ഒരു സ്ക്വയർ കിലോമീറ്ററിന് 860. 2.5 ലക്ഷം തെരുവുനായ്ക്കൾ കേരളത്തിലുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. അതായത് ഒരു സ്ക്വയർ കിലോമീറ്ററിന് 7 നായ്ക്കൾ. പ്രിയപ്പെട്ടവരെ, ഉണരാൻ സമയമായി. സത്യം തിരിച്ചറിയുവാൻ സമയമായി. ഇന്ന് കേരളം നേരിടുന്ന തെരുവുനായ പ്രശ്നത്തിന്റെ പരിഹാരം അവയെ കൊന്നൊടുക്കുന്നതല്ല, മറിച്ച് തെരുവുനായകളെ വന്ധ്യംകരിക്കുകയും ശാസ്ത്രീയമായ രീതിയിൽ അവയുടെ വംശവർധന തടയുകയും മാത്രമാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി നടപ്പിലാക്കുവാൻ ഇവിടുത്തെ അധികൃതരും നിയമപാലകരും ഒരുമിച്ച് കൈകോർക്കേണ്ടിയിരിക്കുന്നു. ഈ മിണ്ടാപ്രാണികൾ നമ്മൾ മനുഷ്യരെ പൂർണ്ണമായും ആശ്രയിക്കുന്നവരാണെന്ന് നമുക്ക് ഈ മലയാളി സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടിയിരിക്കുന്നു. ഈ തെരുവു നായ്ക്കൾക്ക് അരിയും മത്സ്യവും വാങ്ങി അടുപ്പും കൂട്ടി ഭക്ഷണം ഉണ്ടാക്കുവാൻ അറിയുമായിരുന്നെങ്കിൽ അവ എന്റെയും നിന്റെയും മുമ്പിൽ ഭക്ഷണത്തിനായി യാചിക്കയില്ലായിരുന്നു. തെരുവിൽ ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി അലഞ്ഞു തിരികെയില്ലായിരുന്നു. നിശ്ചയം അല്പം സ്നേഹം, കരുണ, ദയ അത്രമാത്രം മതി ഈ തെരുവുനായകൾക്ക്. നമ്മൾ മനുഷ്യർക്ക് ഈ തെരുവുനായയെ സംരക്ഷിക്കാനും കരുതുവാനും ബാധ്യതയുണ്ടെന്ന് ഓർമ്മിക്കാൻ സമയമായി.